DQവിന്റെ ചാർലിയും നസ്ലിന്റെ സണ്ണിയും ഓൾഫ് ബ്രദേഴ്സ് ആണോ? ലോക യൂണിവേഴ്സിലെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ കൂടെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓൾഫ്. ഈ ഓൾഫിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. രണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു അനിമല് നമ്മൾ ഈ ഡോഗ്സിനെയൊക്കെ പോലെ തന്നെ ഇതിനെയൊക്കെ ബോണ്ട് ചെയ്ത് വളർത്തി നമ്മളെ കൂടെ ഇണക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പ് അനിമലും കൂടിയാണ് ഈ ഓൾഫ് എന്ന് പറയുന്നത്. നമ്മൾ ഒടിയന്റെ ക്യാരക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒടിയൻ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു ബോണ്ട് ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടർ അല്ല. പക്ഷെ അതേസമയം നമ്മുടെ നസ്ലിന്റെ ക്യാരക്ടർ സണ്ണിയിലേക്ക് വരുന്ന സമയത്ത് സണ്ണി കുറച്ച് എല്ലാവരുമായിട്ട് പെട്ടെന്ന് ബോണ്ടാവുകയും സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് വരെ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി മിണ്ടുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. നമുക്ക് വേണമെങ്കിൽ ഒടിയൻ ഒരു ഇൻട്രോവർട്ടും സണ്ണി ഒരു എക്സ്ട്രോവർട്ടും ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ രണ്ട് ക്യാരക്ടറിനും ഉള്ളത്. ചാപ്റ്റർ 2 ടൈറ്റിൽ റിവീൽ ടീസർ വന്ന സമയത്ത് മൈക്കിളും ചാർലിയും കൂടെ സംസാരിക്കുന്ന ഒരു ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഒടിയൻ എന്ന ക്യാരക്ടർ ഒരു ഇമ്മോർട്ടൽ ആണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്പോഴാണ് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനു മുമ്പേ തന്നെ അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ നമുക്ക് ഒടിയൻ എന്ന ക്യാരക്ടർ ഒരു ഇമ്മോർട്ടൽ ആണെന്നുള്ളത് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. പല കാലഘട്ടങ്ങളിലായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒടിയന്റെ ക്യാരക്ടർ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രയുടെയൊക്കെ പാസ്റ്റിൽ വരുന്ന ഒരു കാലഘട്ടം പോലത്തെ ഒരു കാലഘട്ടത്തിൽ പഴയകാല മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ഒരു പയ്യനായിട്ട് കുറെ ഓൾഫുമായിട്ട് നിൽക്കുന്ന ഒരു ഇത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു യോദ്ധാവായി നിൽക്കുന്ന കുറെ കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലഘട്ടങ്ങൾ ഒടിയന്റെ ഏകദേശം സിമിലാരിറ്റി ഉള്ള ഫേസ് ഉള്ള ആ ആളിന്റെ രൂപത്തിൽ കുറെ ഗ്രാഫിക്സുകൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പല കാലഘട്ടങ്ങളിലായിട്ട് ജീവിച്ചു വന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഒടിയൻ. അപ്പോൾ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഈ ടീസർ വന്നതിന് ശേഷമാണ് അത് കറക്റ്റ് ആയിട്ട് ഒരു കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയത്. എന്നാൽ സണ്ണി എന്ന ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് എങ്ങും സണ്ണി എന്ന ക്യാരക്ടർ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നോ അതല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നോ ഒന്നും സിനിമയ്ക്കകത്ത് മെൻഷൻ ചെയ്യുന്നേ ഇല്ല. ഈ ഒരു ക്യാരക്ടർ ഒരു ഹ്യൂമൺ ആയിട്ടുള്ള ക്യാരക്ടർ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചന്ദ്ര എന്ന ഫിലിമിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സണ്ണിയുടെ അച്ഛൻ വിളിക്കുന്നതായിട്ടൊരു മെൻഷനും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ ആരാണെന്നോ അങ്ങനെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അതൊരു ഈസ്റ്റർ എഗ് ആണ്. അവർക്ക് ഫ്യൂച്ചറിൽ എഴുതി വരുന്ന സമയത്ത് അച്ഛൻ എന്ന ക്യാരക്ടറിൻ്റെ അവിടേക്ക് അവർക്ക് ഒരാളെ പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ വേണമെങ്കിലും ആവാം. പലരും പറയുന്നുണ്ടായിരുന്നു ഇതിൽ വിജയരാഘവൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഫാദറോ അല്ലെങ്കിൽ ഫാദറോ ഒക്കെ ആയിരിക്കാം എന്നുള്ള രീതിയിലൊരു കണക്ഷൻ പറയുന്നുണ്ടായിരുന്നു. മേ ബി പറയാൻ പറ്റില്ല. ആ ഒരു ഈസ്റ്റർ എഗ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അവിടെ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യും. പവർഫുള്ളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ സണ്ണിയുടെ അച്ഛനായിട്ട് തന്നെ ചിലപ്പോൾ വരാൻ പോകുന്നത്. സണ്ണിയുടെ ആ ഒരു ക്യാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓൾഫിൻ്റെ റെഫറൻസ്. എന്നാൽ അത് മാത്രമല്ല, ടൈറ്റിൽ ഗ്രാഫിക്സ് ഒരു സ്ഥലത്ത് നമ്മളുടെ സണ്ണിയെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് സണ്ണി ആണോ അതല്ലെങ്കിൽ സണ്ണിയുടെ തലമുറയിൽപ്പെട്ട പഴയ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ നമ്മളെ ചന്ദ്രയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറായിട്ടുള്ള നസ്ലിൻ്റെ ഇതാണോ എന്നുള്ളത് അറിയില്ല. നമ്മൾ ദുൽഖറിൻ്റെ ചാർലി ഒരു കാലഘട്ടത്തിൽ രാജാവായിട്ട് ഒരു യോദ്ധാവായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയുള്ള ഒരാൾ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചാടി യുദ്ധത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു ഷോട്ടുണ്ട്. ആ നസ്ലിൻ്റെ കൂടെ തന്നെ വേറൊരാളും കൂടെ ചാടി വരുന്നുണ്ട്. അതൊരു ഓൾഫാണ്. ഈ ഓൾഫും സണ്ണിയുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ഒടിയൻ രൂപം മാറിയിട്ടുള്ള ഒരു ഓൾഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതല്ലെങ്കിൽ ഒടിയൻ്റെ തന്നെ ഓൾഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ ഓപ്ഷൻസ് വരാൻ ചാൻസ് ഇല്ലേ? നമ്മൾ മെയിനായിട്ടും ഇവിടെ റെഫറൻസ് ചെയ്തിരിക്കുന്നത് DQവിൻ്റെ ക്യാരക്ടറിനെയാണ് ഓൾഫുമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ക്യാപ്പിൽ കണ്ടിട്ടുള്ള ഒരു ഓൾഫിൻ്റെ ചിത്രത്തിലൂടെ ഈ ഒരു സണ്ണിയെയും ഈ ഒരു ഓൾഫുമായിട്ട് നമുക്ക് കണക്ഷൻ ഇട്ട് തരുന്നതാണ്. അതായത് ഇനി ഫ്യൂച്ചറിൽ ഈ ഓൾഫായിട്ടുള്ള നമ്മുടെ DQ ചാർലി എന്ന ക്യാരക്ടറും ഈ ഒരു സണ്ണിയുടെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും രീതിയിലൊരു കണക്ഷൻ ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ സണ്ണിയുടെ ക്യാരക്ടറും DQവിൻ്റെ ഒടിയൻ ക്യാരക്ടറും ഫേസ് ടു ഫേസ് വരുന്നതും ആവാം, വില്ലൻ ഹീറോ എന്നുള്ള രീതിയിൽ. ഇതൊന്നും കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. ഇതിലെ ഓരോ വിഷ്വൽസും സ്റ്റിൽസും ഇതിൽ കാണിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന കുറച്ച് തോട്ട്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലോക ചാപ്റ്റർ 3ൻ്റെയും 2ൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ബ്രോയല്ലേ, ബ്രോ എന്നല്ല വിളിക്കുന്നേ, അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും കൂടി ഓർമ്മപ്പെടുത്തിയത്. ഈ ഒരു ചാർലി എന്ന ക്യാരക്ടറും നസ്ലിൻ്റെ സണ്ണി എന്ന ക്യാരക്ടറും ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും ഒരു ഓൾഫുമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്നതിന് ഈ പറഞ്ഞ കാരണങ്ങൾ ആവാം. ഈ ഓൾഫിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒടിയൻ്റെ ക്യാരക്ടറിനാണ്. നമുക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. ഈ ഓൾഫിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ ഡോഗ്സിനെയൊക്കെ നമ്മൾ പെറ്റാക്കി വളർത്തിയെടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യില്ലേ, പ്രൊട്ടക്ഷനായിട്ട് നമ്മളെ ബോണ്ടിങ് നമ്മളെ
കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു വോൾഫിനുള്ളത്. ആ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് സണ്ണി എന്ന ക്യാരക്ടറിന്. എല്ലാവരുടെയും കൂടെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കൂടെ ഉണ്ടാവുന്നത്. അതായത് നമ്മളത് ഈ കണ്ടതാണ് ഇതിന്റെ ക്ലൈമാക്സിലൊക്കെ. ചന്ദ്ര എന്ന ക്യാരക്ടറിന് സണ്ണി നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ വോൾഫ് എന്ന അനിമലിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഒന്ന് നസ്ലിന്റെ സണ്ണിക്കും ഒന്ന് DQന്റെ ചാർലിക്കും കൊടുത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇവർ തമ്മിൽ ഒരു ബ്ലഡ് റിലേഷനിൽ വന്ന ബ്രദർഹുഡ് എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. ഈ ഒരു വോൾഫ് എന്ന ക്യാരക്ടറിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്, ഒന്ന് ചാർലിയും ഒന്ന് സണ്ണിയും. ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ സണ്ണിയുടെ ക്യാപ്പിൽ ആ ഒരു പ്രിന്റ് പ്രത്യേകം കാണിച്ചു തന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അത് ആക്സിഡൻ്റലി സംഭവിച്ചതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ സണ്ണി ഇത് വെച്ചിരിക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇതെന്ന് പറയുന്നത് അവർ ടേബിളിൽ ഇരിക്കുന്ന ഈ ഒരു ഹാറ്റിനെ കറക്റ്റായിട്ട് ആ ഒരു വിഷ്വലിനെ പ്രിൻറ്റിനെ അതുപോലെ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പല ടീഷർട്ട് സണ്ണി ഇട്ടിരിക്കുന്ന സമയത്തും അതിനകത്തും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂം മാത്രം നമ്മളെടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി, ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ പൊളിയും. ഇത് ഒടിയൻ പാർട്ട് 2 വീഡിയോ ആണ്. ഞാനിവിടെ പാർട്ട് 1 എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. കുറച്ച് ഡിലേ ആക്കി ഞാൻ ഈ ഒരു വീഡിയോ. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലോഗയെക്കുറിച്ചുമൊക്കെ. ഒരാൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് കുറയും. ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറവാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആക്കിയത്. യുണീക്കായിട്ടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇൻട്രസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇതിനകത്ത് ഈ ഒരു വോൾഫ് എന്ന മെയിൻ ക്യാരക്ടറാണ് എനിക്ക് തോന്നിയത്. ഇനി പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, സണ്ണിയെക്കുറിച്ചും ഒടിയനെക്കുറിച്ചും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ലോകയിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചും. മിസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടി ഒന്ന് അമർത്തിക്കോ. ബാക്കി റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ഇടിവിട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിറ്റ്സ് മീ അൻഷാ നിസാർ. ബൈ.